2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ നേരിടാൻ വാരണാസിയിൽ ആരെയായിരിക്കും പ്രതിപക്ഷം ഇറക്കുകയെന്ന ചോദ്യം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ഇതിനിടയിലാണ് മോദിയെ നേരിടാൻ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്കയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി TMC അധ്യക്ഷയുമായ മമതാ ബാനർജി രംഗത്ത് വരുന്നത്. എന്നാൽ അത്തരമൊരു നീക്കം പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. കൂടാതെ മറ്റു പാർട്ടികളുടെയും സഖ്യകക്ഷികളുടെയും ഇത്തരം നിർദ്ദേശങ്ങളുമായി പാർട്ടി മുന്നോട്ടു പോകില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് സംസ്ഥാനത്തെ പാർട്ടി വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലം വരെ കോട്ടയായി നിലകൊണ്ട അമേഠി കഴിഞ്ഞ തവണ നഷ്ടമായി. ഇത്തവണ റായ്ബറേലിയിൽ പോലും വിജയം ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ വിജയകരമായ തെരഞ്ഞെടുപ്പ് അരങ്ങേറ്റത്തിന് പ്രിയങ്ക ഗാന്ധിക്ക് സുരക്ഷിതമായ ഒരു മണ്ഡലം UPയിൽ ഇല്ലെന്നുള്ളതാണ് സത്യം. നേരത്തെ UPയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു പ്രിയങ്ക ഗാന്ധി. എന്നാൽ പുതിയ പുനഃസംഘടനയിൽ ആ ചുമതല അവിനാഷ് പാണ്ഡെയ്ക്കാണ് നൽകിയിരിക്കുന്നത്. പ്രകടന പത്രിക സമിതിയുടെ ഭാഗമാണെങ്കിലും പ്രിയങ്ക ഒരു സംസ്ഥാനത്തിന്റെയും ചുമതലയില്ലാത്തതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പ്രിയങ്കയെ പാർട്ടി ചുമതലപ്പെടുത്താൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയകരമായ തുടക്കം കുറിക്കാൻ പ്രിയങ്ക ഗാന്ധി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതിൽ നിന്നെങ്കിലും മത്സരിച്ചേക്കുമെന്ന സൂചനയും പാർട്ടി നൽകുന്നുണ്ട്. നേരത്തെ ഇന്ദിരാഗാന്ധി അവിഭക്ത ആന്ധ്രാപ്രദേശിലെ മേഡക്, കർണാടകയിലെ ചിക്കമംഗ്ലൂരു, സോണിയാഗാന്ധി കർണാടകയിലെ ബെല്ലാരി എന്നിവിടങ്ങളിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിരുന്നു. 2019 രാഹുൽ ഗാന്ധി വയനാട്ടിലും മത്സരിച്ചു വിജയിച്ചു. ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ സഹായിക്കുമെന്നതിനാൽ പ്രിയങ്ക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മത്സരിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് തെലങ്കാന ഘടകം രംഗത്തു വന്നിട്ടുണ്ട്. എന്നാൽ രാഹുലിന് പുറമെ പ്രിയങ്കയും ദക്ഷിണേന്ത്യയിലേക്ക് ചുവടുമാറ്റിയാൽ അത് ഉത്തരേന്ത്യയിൽ തിരിച്ചടിയായി മാറിയേക്കുമെന്ന വിലയിരുത്തലും ശക്തമാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ CPIക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗാന്ധി കുടുംബം സംസ്ഥാനത്ത് സജീവമാകണമെന്ന ആവശ്യവുമായി UP കോൺഗ്രസ് ഘടകം രംഗത്തു വന്നിരുന്നു. രാഹുൽ ഗാന്ധി, ഖാർഗെ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് UPയിൽ നിന്നുള്ള നേതാക്കൾ ഇത്തരമൊരു ആവശ്യമുന്നയിച്ചത്. സംസ്ഥാനത്ത് സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യത്തിൽ നിന്ന് പാർട്ടിക്ക് മാന്യമായ വിഹിതം സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. പതിറ്റാണ്ടുകളായി UP കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ആണിക്കല്ലായിരുന്നു ഗാന്ധി കുടുംബാംഗങ്ങൾ. ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ മാത്രമല്ല, 1999 സോണിയയും സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കുന്നുണ്ട്. 2004 മുതൽ രാഹുലും അമേഠിയിൽ നിന്ന് മത്സരിക്കുന്നു. UPയിലെ നിയമസഭ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള പാർട്ടിയുടെ പ്രചരണത്തിലും രാഹുൽ പ്രധാന പങ്കുവഹിച്ചിരുന്നു. ഇതെല്ലാം നോക്കുമ്പോൾ UP എന്ന സംസ്ഥാനം കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞു തീരാത്തത്രയും ചരിത്രങ്ങൾ നിലനിൽക്കുന്ന ഒന്നാണ്. അത് വിട്ടുകളയാൻ കോൺഗ്രസിന് ഏറെ പ്രയാസകരമാണ്.